നിങ്ങളുടെ ഓഫീസിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന വർക്കുകൾ 24 അവേഴ്സും ചെയ്യുന്ന ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു AI ഏജൻറ്റിനെയാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്സപ്പിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. സോ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഈ AI ഏജൻറ്റിനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഇതിനാദ്യമായിട്ട് വാട്സപ്പിൽ ടൂൾസ് എന്ന സെഷനിൽ AI ഏജൻറ്റ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്തരത്തിൽ AI ഏജൻറ്റിനെ എനേബിൾ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ചാറ്റിലോട്ടുള്ളൊരു ആക്സസ് വാട്സപ്പ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ബിസിനസ്സുമായി നടത്തിയിട്ടുള്ള ചാറ്റുകളെ പറ്റി വാട്സപ്പ് AI ഏജൻറ്റിനെ അവെയർ ആക്കാൻ സാധിക്കുകയും അതുവഴി നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഏജൻറ്റിന് ലഭിക്കുകയും ചെയ്യും. സോ ഇനി നമ്മൾ പഠിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഈ AI ഏജൻറ്റിനെ നമ്മുടെ ബിസിനസ്സിനെ പറ്റിയുള്ളൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നൽകാമെന്നുള്ളതാണ്. സോ അതിനായിട്ട് AI ഏജൻറ്റ് ഓപ്പൺ ആക്കുക. അവിടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബിസിനസ്സിൻ്റെ അഡ്രസ്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈം, മാത്രമല്ല നമ്മുടെ ഇമെയിൽ ID, കോൺടാക്ട് നമ്പർ എന്നിവ ആഡ് ചെയ്യാനുള്ള ഒരു പോർഷനാണ് നമുക്ക് അവിടെ ഉള്ളത്. സോ അതിനുശേഷം റെക്കമെൻഡഡ് ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള പാർട്ടാണ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഓർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പേയ്മെൻറ്റ് മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മുടെ ഷിപ്പിംഗ് പോളിസീസ് എന്താണ്, റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് പോളിസീസ് എന്താണ്, നമ്മുടെ ഡിസ്കൗണ്ടുകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഏജൻറ്റിനെ അവെയർ ആക്കുന്ന ഒരു പാർട്ടാണ് ഷെയർ പർച്ചേസിങ് ഇൻഫോ എന്നുള്ളൊരു പാർട്ട്. അതിനുശേഷം നമ്മുടെ കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ചില എൻക്വയറീസിനെ പറ്റി നമ്മൾ അവെയറാണ്. ഈ എൻക്വയറീസ് കറക്റ്റായിട്ട് നമ്മുടെ AI ഏജൻറ്റിനെ ഫീഡ് ചെയ്യാനുള്ളൊരു പാർട്ടാണ് റെസ്പോണ്ട് ടു കസ്റ്റമർ ക്വസ്റ്റ്യൻസ് എന്നൊരു പാർട്ട്. സോ അത് നമ്മൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ഷിപ്പിംഗ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട്, മാത്രമല്ല നമ്മുടെ റിട്ടേൺ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഇത് കൂടാണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുകയും ഇതിൻ്റെ റെസ്പോൺസ് യൂഷ്വലി നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഏജൻറ്റിനെ അവെയർ ആക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു. അടുത്തായിട്ട് വരുന്നത് എപ്പോഴാണ് കസ്റ്റമറുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ അവരുടെ കോൺടാക്ട് നമ്പർ, അവരുടെ അഡ്രസ്, മറ്റു ഡീറ്റെയിൽസ് മേടിക്കേണ്ടതെന്ന് AI ട്രെയിൻ ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഏതർ നമുക്ക് ചാറ്റുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഡീറ്റെയിൽസ് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ആൾ എപ്പോഴാണോ നമ്മുടെ പ്രോഡക്റ്റ് ബൈ ചെയ്യുക എന്നൊരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ആളുടെ ഡീറ്റെയിൽസ് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ ഒരു ട്രിഗർ ഓപ്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ കസ്റ്റമർക്ക് നമ്മളുമായിട്ട് സംസാരിക്കണം എന്ന രീതിയിൽ ഒരു കോൺവെർസേഷനിലോട്ട് എത്തുമ്പോൾ നമുക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് വാങ്ങാം എന്ന രീതിയിൽ ഒരു ട്രിഗർ ഓപ്ഷൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അടുത്തതായിട്ട് വരുന്നത് ബുക്ക് യുവർ കസ്റ്റമർ അപ്പോയിൻമെൻറ്റ് എന്നൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളുമായിട്ട് നമ്മുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിന് 2 ഓപ്ഷനുണ്ട്. ചാറ്റിൻ്റെ ആരംഭത്തിൽ തന്നെ കസ്റ്റമേഴ്സിന് നമ്മളുമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ട്രിഗർ വേർഡ് സെറ്റ് ചെയ്ത് കസ്റ്റമറിൻ്റെ കോൺവെർസേഷൻ അതിലോട്ട് എത്തുമ്പോൾ മാത്രം നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം ഇവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ്, എത്ര സമയമാണ് അപ്പോയിൻമെൻറ്റ് പോകേണ്ടതെന്നുള്ളത്. അതുപോലെ എപ്പോഴൊക്കെയാണ് ഈ ഒരു 1-to-1 നമ്മൾ അവൈലബിൾ ആയിരിക്കുക, ഇത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് എത്തരത്തിലാണ്, ഒരു ഫോൺ കോൾ ആയിട്ടാണോ അതോ ഒരു ഗൂഗിൾ മീറ്റ് ആണോ അതോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മീറ്റ് ആണോ, ഇത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിന് മുമ്പായിട്ട് കസ്റ്റമറുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത് എന്നത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാനിവിടെ ഫോൺ നമ്പർ, പേര്, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളാണ് കസ്റ്റമറുടെ ഞാനിവിടെ ചോദിക്കുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഗൂഗിൾ കലണ്ടറുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ ഗൂഗിൾ കലണ്ടർ കണക്ട് ചെയ്യുക വഴി ഇത്തരം അപ്പോയിൻമെൻറ്റ്സിൻ്റെ കൃത്യമായിട്ടുള്ള റിമൈൻഡേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഈ AI ഏജൻറ്റിന് മുകളിലുള്ള നമ്മുടെ കൺട്രോൾ, അതായത് നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം ടൈമിലായിരിക്കണം ഏജൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഏതെല്ലാം കാര്യങ്ങൾ കസ്റ്റമറുമായിട്ട് സംസാരിക്കാൻ പാടില്ല, ഇൻ കേസ് കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ടൈപ്പ് ഒരു കോൺവെർസേഷൻ വന്നാൽ അതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് തുടർന്നുള്ള വേസ് ടു കൺട്രോൾ എന്ന് പറഞ്ഞൊരു പാർട്ടിൽ വരുന്നത്. സോ ഇവിടെ AI റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ടൈമിലായിരിക്കണം നമ്മുടെ ഏജൻറ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, മാത്രമല്ല എത്തരത്തിലുള്ള ചാറ്റുകൾ, അതായത് നമ്മുടെ ആഡ്സ് ത്രൂ വരുന്ന ചാറ്റുകളാണോ അതോ പ്രീവിയസ്ലി നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ചാറ്റുകളാണോ, ഇത്തരത്തിൽ ഏതെല്ലാം ചാറ്റുകൾക്കാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഏതെല്ലാം ടൈമിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് നമുക്കിത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് നോളജ് എന്നൊരു പാർട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. കാരണം ഇവിടെയാണ് കൃത്യമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളും, മാത്രമല്ല നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് തന്നെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി
കറക്റ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് നമുക്ക് ഈ AI ഏജന്റിന് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മുടെ കമ്പനീനെ പറ്റിയും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് എന്നൊരു പാർട്ടുണ്ട്. ഈ പാർട്ടിൽ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രൈസ് നെഗോസിയേഷൻസോ ഡിസ്കൗണ്ട്സ് ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് മേടിച്ച് ആ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഓഫീസിലെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന വർക്കുകൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ഏജന്റിനെ തന്നെയാണ് വാട്സപ്പിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഇതുപോലത്തെ AI റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. താങ്ക്